எல்லாருக்கும் நமஸ்காரம். அன்னைக்கு வணக்கம், தந்தைக்கு வணக்கம், ஆசானுக்கு வணக்கம், 18 സിദ്ധர்களுக்கு വണക്കം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നല്ല ഗംഭീര മഴയാണ് കൊല്ലത്ത്. നിങ്ങളുടെ സ്ഥലങ്ങളിലും മഴയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ മഴ സമയത്താണ് മിക്ക ഒരു 10-35 വയസ്സ് കഴിയുന്നവർക്ക് അസുഖം കാര്യമായ ഗതിയായിട്ട് ഉണ്ടാകുന്നത്. കാരണം ഇന്നത്തെ കാലാവസ്ഥ അതിന് തക്കതായ കാലാവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് വാതക്കൂറുള്ള ആളുകൾക്ക്, അതായത് തണുപ്പത്ത് കൂടുതൽ നമ്മുടെ കാൽപാദം ഇപ്പൊ തണുപ്പത്ത് സഞ്ചരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് വാദസംബന്ധമായ അസുഖങ്ങൾ ഇപ്പോ വളരെ ഉള്ളവർക്ക് കൂടും, ഇല്ലാത്തവർക്ക് ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ ശരീരം പോകും. അതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് BP. അത് എങ്ങനെയുള്ള BP ആണെങ്കിലും ഈ BP എന്ന് പറയുന്ന സംഗതി, BP എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂത തത്വം അനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ ആ പഞ്ചഭൂതങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അസുഖം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ അപ്പൊ പിന്നെ രോഗമില്ലല്ലോ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ബോഡിയെ എത്തിക്കാനായിരുന്നു നമ്മുടെ മഹാ ഋഷിമാരായ 18 സിദ്ധന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോ നമ്മുടെ ശരീരത്തിന്റെ വാതപിത്ത കഫത്തിനെ ബാലൻസ്, ഈ പഞ്ചഭൂത തത്വത്തെ നമ്മുടെ സിദ്ധന്മാർ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് ആകെ 3 സ്റ്റേജിലാക്കി അവരങ്ങ് ചുരുക്കി. അപ്പോ വാദസംബന്ധമായ അസുഖങ്ങൾ അതിന് ഒരു ലിസ്റ്റ് ഇട്ടു. അതേപോലെ തന്നെ പിത്തസംബന്ധമായ അസുഖങ്ങൾ അതിന് മറ്റൊരു ലിസ്റ്റ് ഇട്ടു. അതുപോലെ തന്നെ കഫസംബന്ധമായ അസുഖങ്ങൾ അതിന് ഒരു ഡെഫിനിഷൻ കൊടുത്തു. അപ്പോൾ ഇത് 3 എണ്ണമാണ് ഒരു മനുഷ്യ ശരീരത്തിൽ നാളിതുവരെ ഉണ്ടായിട്ടുള്ള അസുഖങ്ങൾ. അതിൽ തർക്കമില്ല. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അതാതിന് പറഞ്ഞിരിക്കുന്ന ആഹാര പദാർത്ഥം കഴിച്ചാൽ നമ്മുടെ അസുഖം മാറി. അപ്പൊ നമ്മളുടെ അസുഖം ഇത് രൂപപ്പെടുന്നത് എങ്ങനെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ഉണ്ടാകുന്നു. അതുപോലെ നമ്മുടെ ദിനചര്യ, നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ, ആരോഗ്യാവസ്ഥയിൽ നിന്നുണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ബാലൻസ്, അതായത് വാത പിത്ത കഫം, അതിൻ്റെ ബാലൻസ് തെറ്റുന്നു, അങ്ങനെയും ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് ടോട്ടലി നമ്മുടെ ബോഡിയിൽ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പൊ അതിന് മർമ്മശാസ്ത്രത്തില് സിദ്ധന്മാര് വളരെ ഡീപ്പായിട്ടുള്ളതും ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളതുമായ പല മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ പിടിച്ച് ഒരു 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 അരമാത്ര അളവില് അടങ്കൽ വർമ്മത്തിൽ പിടിച്ചിട്ട് അതിനൊരു പണിയുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യ ശരീരത്തിലെ വാത പിത്ത കഫ നാഡികൾ സമനിലപ്പെടും. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നും ശാസ്ത്ര ലോകം തന്നെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക. ഇത് എന്തൊരു പരിപാടിയാണെന്ന് അവർ ചോദിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഡീപ്പായിട്ട് പോയി കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ളതിൽ നിന്നും നമ്മൾ ഒരുപാട് അകന്നുപോയി. നമ്മുടെ സംസ്കാരമാണ്.
ആ സംസ്കാരത്തിൽ നിന്നും നമ്മുടെ ആ ഒരു ജീവിതചര്യ ഒരുപാട് മാറിപ്പോയി. വെള്ളക്കാര് നമ്മുടെ സംസ്കാരം പഠിക്കാനായിട്ട് നമ്മുടെ സംസ്ഥാനങ്ങളിൽ വന്ന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വന്ന് നമ്മൾ ആചരിച്ചു വന്നിരുന്ന സംസ്കാരത്തെ അവർ പകർത്തിക്കൊണ്ടു പോകുന്നു അവരുടെ നാട്ടിലേക്ക്. നമ്മൾ എന്താ ചെയ്യുന്നത്? അവര് കളഞ്ഞതിനെ നമ്മൾ ഉൾക്കൊണ്ട് അതേപോലെ ആകാൻ നമ്മൾ ശ്രമിക്കുന്നു. ഇതാണ് അവസ്ഥ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബി പിക്ക് ഞാൻ അതിശക്തമായ ഒരു വീഡിയോ, അത് ലക്ഷക്കണക്കിന് ആളുകൾ പിന്നെ ഫലം കിട്ടിയ ഒരു മെത്തേഡാണത്, കറുത്ത മുന്തിരിയുടെ സംഗതി. അപ്പോ ഇന്ന് പറയുന്നത് അതിനെക്കാട്ടിലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വൈദ്യമുറയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, എത്രത്തോളം സിമ്പിളായിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുമായിരിക്കണം. എന്നാൽ ഭയങ്കര എഫക്റ്റീവായിട്ട് ആ അസുഖം മാറുകയാണ്. ഇതാണ് എൻ്റെ പോയിന്റ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൂടെ ജോലി ചെയ്യുന്നവർക്കും കൂടെ പഠിക്കുന്നവർക്കും എല്ലാവർക്കും പകർന്നു കൊടുക്കുക. അതേപോലെ ലൈക്ക് ചെയ്യുക. പിന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ. കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അതായത് ഈ സിദ്ധന്മാരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അവരൊരു ഇത്തരമുള്ള ഒരു സാധനമേ എടുക്കത്തുള്ളൂ. പക്ഷേ അത് എഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വർണ്ണിക്കാൻ നമുക്ക് പറ്റില്ല. ആ ഒരു തരത്തിലാണ് അതിൻ്റെ ഒരു വ്യാപ്തി പോകുന്നത്. അതിൻ്റെ പവർ അതാണ്. അപ്പോൾ ഇതിപ്പം വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഈ ബി പിക്ക് എങ്ങനെയാണ് നമ്മൾ ഇത് കൺട്രോൾ ഇത് ഇല്ലാതാക്കുന്നത്? ബി പി എന്ന് പറയുന്ന ഒരു അസുഖം എങ്ങനെ ഇല്ലാതാക്കാം? അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഒരു തുണ്ട് ഇഞ്ചി, അതായത് ഈ വിരൽ കാണുന്നില്ല, ഈ വിരലിന്റെ ഈ വര കാണുന്നില്ലേ, ഈ വരയുടെ അത്രയും കഷണം ഒരു തുണ്ട് ഇഞ്ചി എടുക്കുക. ആ ഇഞ്ചി രാവിലെ അങ്ങോട്ട് തിന്നുക. തൊലി കളഞ്ഞിട്ട് വേണം തിന്നാൻ. നമ്മൾ രാത്രി കിടന്നു ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനം അതിഗംഭീരമായിട്ട് നടക്കും. നമ്മൾ അറിയുന്നില്ല, നമ്മൾ ഉറങ്ങി പോവുകയാണ്. അപ്പോൾ ഇത് ഒരുപാട് ഭയങ്കര പ്രവർത്തനം എല്ലാം നടന്ന് ബോഡി ഭയങ്കര ഹീറ്റായിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. അപ്പൊ എഴുന്നേൽക്കുമ്പോൾ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ പിത്തം, അതായത് ബോഡിക്ക് ഹീറ്റ് കൂടിയിരിക്കും രാവിലെ എണീക്കുമ്പോൾ. അപ്പൊ ആ പിത്തമാണ്, അതായത് ആ ഉടൽ ചൂടാണ് നമുക്ക് നമ്മളുടെ അസുഖങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ അതിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ, ആ ചൂടിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ, അതിനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസുഖമില്ല. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ കാര്യം? അപ്പൊ അതിനെന്താണ് ചെയ്യേണ്ടത്? ഒരു തുണ്ടി ഇഞ്ചി തൊലി കളയുക, എന്നിട്ട് കടിച്ച് ചവച്ചങ്ങ് തിന്നുക. പക്ഷെ അങ്ങനെ തിന്നാൻ പറ്റത്തില്ല. അങ്ങനെ തിന്ന അണ്ടകടാകം മൊത്തം കാണും. അതിന് ഒരു ടെക്നിക്ക് പരിപാടിയാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് കഴിക്കുന്ന ആളുകൾ ഒരു ഗ്ലാസ് വെള്ളം, അതിനകത്ത് ഒരു തുണ്ടി ഇഞ്ചി തൊലി കളഞ്ഞത് എടുത്തിടുക. ഇട്ടിട്ട് അതിനെ വേവിക്കുക. ഈ വേവിച്ച് അതിന് ശേഷം അതിനെ വാക്യാത്തിടുക. ചൂടാറിയതിന് ശേഷം വാക്യാത്തിട്ട് പതുക്കെ 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 കടിച്ച് ചവച്ച് അതിൻ്റെ ചാറ് ഇറക്കുക. എന്നിട്ട് അതിൻ്റെ കൊത്ത് തുപ്പിക്കളയുക. അത് ഒരു വഴി. രണ്ടാമത്തെ ദിവസം ഒരു ലേശം വേവ് കുറച്ച് വേവിക്കുക. മൂന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം വേവിച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടെ കുറച്ച് വേവിക്കുക. അപ്പൊ ഇങ്ങനെ ആയി വരുമ്പോ നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ പച്ചയ്ക്ക് ഈസി ആയിട്ട് കടിച്ചു കുറച്ച് തിന്നാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് നമ്മൾ മാറും. അതിന് തമിഴിലൊരു പഴമൊഴിയുണ്ട്, കാലയിൽ ഇഞ്ചി കടും പകൽ സുക്ക് ഇരവിൽ കടുക്കായി മണ്ഡലമുണ്ടാൽ കിഴവനും കുമരനാവാൻ. അതിന്റെ അർത്ഥം, രാവിലെ ഇഞ്ചിയും
ഉച്ചയ്ക്ക് ചുക്കും രാത്രി കടുക്കായും വിധിയാമണ്ണം കഴിക്കുന്നവൻ ഒരു മണ്ഡലം കഴിച്ചാൽ കിളവനും യൗവനയുക്തനായ ഒരു ചെറുപ്പക്കാരനായിട്ട് മാറും. ഇത് ഞാൻ പറഞ്ഞതല്ല, അഗസ്ത്യമുനി മുതലുള്ള പല സിദ്ധന്മാരും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. സംഗതി സിമ്പിൾ ആയില്ലേ? വീഡിയോ ഒരുപാട് മുമ്പോട്ട് പോയി. ശരി, അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ ഞാൻ വരാം. ഓക്കെ, താങ്ക് യു.